ഇതാണ് ഈ വണ്ടിയുടെ കോലം. കിളി പോവാന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇന്നാണ് അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റിയത്. ഞങ്ങളിതാ നട്ടപ്പറ വെയിലത്ത് കോങ്ങാട് വരെ പോവാണ്. അതും ബസ് കയറി. നമ്മുടെ ഗാരേജിലേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്. അതും നമ്മുടെ വിന്റേജ് ജീപ്പ്. അവനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ KSRTC സ്റ്റാൻഡിലേക്ക് ഓട്ടോ കയറി പോവാണ്. KSRTC ചെന്നപ്പോഴാണെങ്കിലോ കോങ്ങാട്ടിലേക്ക് ഡയറക്റ്റ് ബസ്സില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ കയറി മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് പോയി. മുനിസിപ്പൽ സ്റ്റാൻഡിലാണെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ബസ് കയറുന്നതും. അപ്പം ഞങ്ങൾ ചെന്നതും ഡയറക്റ്റ് നമുക്ക് കോങ്ങാടിലേക്ക് ബസ് കിട്ടി. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. ഞാനാണെങ്കിൽ നല്ല വെയിലുള്ള ഭാഗത്തും. ഇന്നത്തെ വെയിൽ എന്ന് പറയുകയാണെങ്കിൽ പാലക്കാട് 41 ഡിഗ്രിയാണ്. എങ്ങനെ തന്നെ ഞാൻ അവിടെ എത്തിപ്പെടുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എങ്ങനെയുണ്ട് വെയില്? പാലക്കാട് ശീലമല്ലോ. ബസ് ഇറങ്ങി വെയിറ്റ് ചെയ്യാൻ നിന്ന സ്ഥലം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പഴയ വിന്റേജ് പാലക്കാടില്ലേ, ആ ഒരു ബിൽഡിംഗ് ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ആവശ്യത്തിലേറെ തണൽ മരങ്ങളും. പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആള് വന്നു. ഞങ്ങൾ നേരെ ഇതാ ജീപ്പിന്റെ അടുത്തേക്ക്. ജീപ്പ് കണ്ടപ്പോഴാണ് എന്റെ കിളി എല്ലാം കൂടെ പറന്നു പോയത്. ഈ ജീപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെയും കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല ഇതിൽ റൂഫ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും. ഇനി ഈ ജീപ്പ് ഓടിച്ച് ഞങ്ങൾ പാലക്കാട് വരെ എത്തണം. ഇത്രയും കാറ്റല്ല, വെയിലോ. ഒരുത്തൻ സർപ്രൈസ് ആണെന്നും പറഞ്ഞിട്ടാ ഈ നട്ടപ്പറ വെയിലെത്തി. അത് ഈ പാലക്കാട് ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. ഇവിടെ എത്തിയിട്ടാണ് ഞാൻ കാണുന്നത് ഇതാണ് ഈ വണ്ടിയുടെ കോലം. ചിരിക്കണ്ട. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ദേവി എനിക്കൊന്നും വയ്യ. ഇപ്പൊ മരമുണ്ട്. ഹൈവേ കയറി കഴിയുമ്പോ ഞാൻ കാണിച്ചത്. ഞാൻ ഇവിടെ വന്നത് കണ്ടപ്പോഴേക്കും എന്റെ ഉള്ള ജീവനും കൂടെ പോയി. എന്റെ കണ്ണില് പൊടിയായി. കയറിയപ്പോൾ ഉള്ള ചിരിയൊക്കെ മെല്ലെ മായാൻ തുടങ്ങി. ഹൈവേ കയറിയപ്പോഴേക്കും മുഖത്തേക്ക് ചൂട് കാറ്റാണ് അടിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നാട്ടുകാർ വരെ ഞങ്ങളെ നോക്കാൻ തുടങ്ങി. എന്ത് കണ്ടിട്ടാണോ ഇവർ ഈ നട്ടപ്പുറ വെയിലത്ത് ഇങ്ങനെ പോകുന്നതെന്ന്. കുറച്ച് കഴിയുമ്പോഴേക്കും മുഖം എല്ലാം കൂടെ കരിയാൻ തുടങ്ങി, ചുമക്കാൻ തുടങ്ങി, എരിയാൻ തുടങ്ങി, പുകച്ചിലായി. പിന്നെ പാലക്കാട് എത്തുന്നവരെയും അടിയും ഒച്ചയും ബഹളവും മാത്രം. എന്തായാലും എങ്ങനെ പാലക്കാട് എത്തിയെന്ന് എനിക്ക് ഈ മൊമെന്റ് വരെയും മനസ്സിലാവുന്നില്ല. എവിടെയും ഞങ്ങൾ നിർത്തിയിട്ടുമില്ല. നേരെ പാലക്കാട് വന്നു. ഒലവക്കോട് എത്തിയപ്പോഴാണെങ്കിലോ നല്ല ബ്ലോക്കും. സത്യം പറഞ്ഞാൽ ആ ബ്ലോക്ക് കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മരം ഉണ്ടായിരുന്നു, കുറച്ച് തണലെങ്കിലും ഉണ്ടായിരുന്നു. ഒരു അങ്കംവെട്ടിന് ശേഷം രാവിലത്തെ ഭക്ഷണം വൈകുന്നേരം 4 മണിക്ക് കറക്റ്റായിട്ട് കഴിച്ചു. അതിനുശേഷം ഈ വണ്ടി സ്റ്റാർട്ടാക്കി വീട്ടിൽ പോണ രംഗമാണ് ഈ കാണുന്നത്. വീടെത്താനായതിൻ്റെ സന്തോഷമാണെന്നറിയില്ല. മുഖം മുഴുവൻ ചിരിമയം മാത്രം. എന്തായാലും ഈ പൊരിവെയിലത്ത് അവിടെ നിന്ന് ഇവിടം വരെയും വീടെത്തിച്ചു. അപ്പോൾ വെൽക്കം ടു കെൻ ഗാരേജ്. ഈ വണ്ടീനെ ഞാൻ എന്തായാലും മറക്കില്ല. അപ്പോൾ ഇനി ഈ വണ്ടീൻ്റെ ഫൈനൽ ലുക്കും പണിയെടുക്കുന്ന രംഗങ്ങളും എല്ലാം ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെയും വണക്കം. ബൈ ബൈ.